തൃശൂർ ആതിരപ്പള്ളിയിൽ വനത്തിൽ കാണാതായ ആദിവാസി വയോധികയ്ക്കായി തെരച്ചിൽ പുനരാരംഭിച്ചു. വാഴച്ചാൽ വാച്ചുമരം കോളനിയിലെ 75 വയസ്സുകാരി അമ്മിണിയെയാണ് ഇന്നലെ വൈകിട്ടോടെ കാണാതായത്. വിറക് ശേഖരിക്കാൻ വനത്തിലേക്ക് പോയതായിരുന്നു അമ്മിണി. ആതിരപ്പള്ളിയിൽ നിന്ന് ജെയ്സൺ ജാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം കാണാതായ വാച്ചുമരം കോളനിയിലെ അമ്മിണിയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പരിസരവാസികളുടെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കാടിനകത്ത് കയറിയ അമ്മിണിയെ 75 വയസ്സുണ്ടായിരുന്ന അവരെ കാണാതാകുന്നത്. പിന്നീട് 7:30 വാച്ചുമരം കോളനിയിൽ നിന്ന് ആളുകളെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. രാത്രി 1 മണി വരെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നുള്ള തിരച്ചിൽ നടത്തി. പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സ്ത്രീ അമ്മിണി എന്ന സ്ത്രീക്ക് കാഴ്ചയ്ക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരമൊന്നും കാട്ടിനകത്തേക്ക് പോകാൻ സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വന്യജീവികൾ വലിയ രീതിയിൽ വിഹരിക്കുന്ന ഒരു സ്ഥലമാണ് വാച്ചുമരം കോളനി. കൊല്ലത്തിരിമേട് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ വാച്ചുമരം കോളനിയും ഈ പരിസര പ്രദേശങ്ങളും. ഈ കടുവയും അതുപോലെ തന്നെ കാട്ടാനയും ഉൾപ്പെടെ കരടി ഉൾപ്പെടെ വലിയ വന്യജീവികളുടെ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഊർജിതമായ രീതിയിൽ 2-3 സംഘങ്ങളായി തിരിഞ്ഞ് വനംവകുപ്പ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. രാത്രി ഞങ്ങൾ ഒരു 10-11 മണിയായി. ഞങ്ങൾ ഇതിലെ നിന്ന് ചുറ്റിപ്പാട് കഴിച്ച് നടന്നത്. ഞങ്ങളുടെ പിന്നാലെ ആനയും ഉണ്ടായി. സാറേ 4 മണിക്ക് പോയി ആള്. അപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ 1 മണി വരെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് രാത്രിത്തെ തെരച്ചിൽ അറിയാമല്ലോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നിട്ട് അവർ സെർച്ച് ചെയ്തു, പക്ഷേ ആളിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ 7 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഴച്ചാൽ റേഞ്ച്, നമ്മുടെ ഷോളയാർ റേഞ്ച്, കൊല്ലത്തിരുമേട് റേഞ്ച്, 3 റേഞ്ചിലെയും സ്റ്റാഫ് ഇപ്പം ഉണ്ട്. പോലീസുകാർ ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. വലിയ ദൂരത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ആദ്യം പരിശോധന നടത്തി, പക്ഷേ കണ്ടെത്താനായില്ല. പിന്നീട് ഇപ്പോൾ കുറച്ച് ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിനുള്ളത്. അല്പസമയത്തിനകം പോലീസും ഈ അന്വേഷണ അതായത് തെരച്ചിലിലേക്ക് ചേരുമെന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.